സുപ്രഭാതം. ബിഗ് ബോസ് ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഇന്റർ കോളേജ് ടൂർണമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം. എന്താണ്? എന്തോ ഒരു സാധനം ഫുട്ബോൾ ഫിത്തയോട് അനുബന്ധിച്ച് ഞങ്ങൾ ഫുട്ബോൾ തട്ടിക്കളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുത്ത് രാവിലെ ഞങ്ങൾ ഇറങ്ങി കോളേജിലേക്ക് പോകാൻ വേണ്ടി എത്തി. കോളേജിലെത്തിയപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാനുള്ള ലെസൺ പ്ലാൻ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഞാനും അവിടെ ക്യാമറ ഓണാക്കി വച്ചിട്ട് ഒരേ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുവാണ് ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ. എല്ലാവരും എന്നോട് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എഴുതിച്ചു. ഞാൻ ഇച്ചിരി ഇല്ലാരും. അപ്പോഴത്തേക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് സമയം പോവാൻ സ്നാപ്ചാറ്റിലെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ. വീണ്ടും എഴുത്തോടെ ജീവിതം നായനക്കിയത് പോലെ ക്ലാസ്സിൽ മിസ് വന്ന ഓരോരോ പോർഷൻസൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അർജുൻ സാർ ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഞങ്ങൾ അവിടെ പോയിരുന്ന കുറേ നേരം ഇരിച്ചയൊക്കെ അടിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞു, വരൂ ഗായ്സ് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പറക്കി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും വേണ്ടി പോവുമായിരുന്നു. ഇവരവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, വരയ്ക്കുവോ എടുക്കുവോ എന്തോ. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളെല്ലാ പിള്ളേരും പുറത്തിറങ്ങി വന്ന് നമ്മൾ ആദ്യം കളിക്കുന്നതിന് തീരുമാനിക്കാനായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ വിളിച്ചായിരുന്നു. പ്രിൻസിപ്പാൾ വന്ന് ലോട്ടൊക്കെ എടുത്ത് ആദ്യം ഏതൊക്കെയോ ടീം ഔട്ടായി എന്തൊക്കെയോ കാണിച്ച്. ഫുട്ബോളിൻ്റെ ABCD അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഓരോരോ ടീമിൻ്റെ പേര് മിസ്സിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ ടീം ഇറങ്ങി കളിക്കാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഗ്രൂപ്പ് 5 ആണ് ആദ്യം കളിക്കുന്നത്. പിന്നെ ഇന്നോവേഷൻ എന്ന രീതിക്ക് പ്രിൻസ് തന്നെ ഫസ്റ്റ് ഗോൾ അടിച്ച്. പ്രായത്തിൻ്റെ പ്രായം ഒരു വിഷയമല്ലെന്ന് തെളിയിക്കുകയാണ് ഞങ്ങൾ പ്രിൻസ് ഇതിലൂടെ കാണിക്കുന്നത്. ഒരു നമ്പർ 1 ഗോൾ അടിച്ചു ഗായ്സ്. ആ കൊട്ട വെയിലിൽ ഞങ്ങൾ അവിടെ നിന്ന് ഉരുകി ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ സർഫീസിൽ വരൂ കുഞ്ഞാടുകളെ നമുക്ക് കളി തുടരാം. ഞങ്ങളെ കളി തുടരാൻ വേണ്ടി ഞാൻ ഈ മാക്കനെ ഓടി തന്നില്ല. അവൾ തടഞ്ഞ എൻ്റെ ഗോൾ. അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ABCD അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അവളെ കിടന്ന് ഓടിയേ അഭിനയം. എന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് ലാസ്റ്റ് കാറ്റടിച്ച് അവർക്ക് പോയായിരുന്നു. കാറ്റിൻ്റെ കൂടെ പറക്കുന്ന ശ്യാമേനെ ഞങ്ങൾ കാണുന്നത്. കാറ്റിന് കൂടെ പിടിച്ച് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. ഫൈനലി ബോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടും ഓപ്പോസിറ്റ് ടീമും മന്ദബുദ്ധിയായത് കൊണ്ടും ഞാനൊരു ഗോൾ അടിച്ച സുഹൃത്തുക്കളെ. ഒരു നമ്പർ 1 ഗോൾ. അതിനുശേഷം ഞങ്ങൾ ഗ്രൂപ്പുകൾ ചേർന്ന് ചർച്ച നടത്തി ഞങ്ങൾ വേദിയിലേക്ക് വീണ്ടും ഇറങ്ങി ഫൈനൽസ് കളിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫൈനലിൽ നമ്മൾ പെനാൽറ്റി കിക്ക് അടിക്കാൻ വേണ്ടി അടിച്ചു. ഞങ്ങൾ 4-1 വിജയിച്ചു. വിജയകരമായി നമ്മൾ